ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ എത്തിക്കുന്നത് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരാനായിട്ടാണ് കേട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ എല്ലാ നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്. എന്റെ വീഡിയോയിലായിരുന്നാലും എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെല്ലാം എന്താ പറയുക, ഓരോന്ന് കളക്ട് ചെയ്ത് അത് മിക്സ് ചെയ്ത് അതൊക്കെ ഉപയോഗിക്കാൻ ചിലർക്ക് നേരെ ഉണ്ടായിന്ന് വരത്തില്ല. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ കുറേ ദിവസമായിട്ട് ഫംഗ്ഷൻസും മാരേജും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിട്ട് നടക്കുകയായിരുന്നു. എനിക്കാണെങ്കിൽ ഒന്നും നോക്കാനായിട്ട് നേരില്ലായിരുന്നു. മുഖമൊക്കെ ആകെ ഡള്ളായിരിക്കായിരുന്നു കേട്ടോ. അപ്പൊ ആ കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് ഒരു പ്രൊഡക്റ്റ് കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഭയങ്കര എഫക്റ്റ്, നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ നിങ്ങൾക്കുമായിട്ട് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചു. സംഭവം ഇതാണ്. അപ്പൊ ഇത് വേർഡിക് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം പൗഡർ എടുക്കുക. ഇതിലേക്ക് ഞാൻ വെള്ളമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ കണ്ടോ, നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് ഫേസ് നല്ലപോലെ വാഷ് ചെയ്തതിനു ശേഷം ഫേസിലിട്ട് മുരിങ്ങ ആൻഡ് സ്പൈറലിന എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു ആൽഗയാണ്. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആൽഗയാണ്. അത് ആന്റി ഓക്സിഡൻസ് ഒത്തിരി ഉള്ള ഒരു സാധനമാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഞാൻ മുഖം ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 10 to 20 മിനിറ്റ്സ് അല്ലെങ്കിൽ നല്ലപോലെ ഡ്രൈ ആകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. വ്യത്യാസം അറിയുന്നുണ്ടോന്ന് അറിയില്ല, നോക്കിക്കേ. ഇത് കണ്ടോ, ഇപ്പൊ തന്നെ നല്ല വ്യത്യാസം തോന്നുന്നില്ലേ നിങ്ങൾക്ക്? എനിക്ക് നല്ല വ്യത്യാസം തോന്നുന്നുണ്ട് കേട്ടോ. ഇപ്പൊ കണ്ടില്ലേ, നല്ല ഒരു ഗ്ലോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം കൂടെ യൂസ് ചെയ്യണം കേട്ടോ. എന്നാലേ അതൊരു കംപ്ലീറ്റ് പ്രൊസീജിയർ ആവുള്ളൂ. അപ്പൊ ഇതൊരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. നിങ്ങൾ ആഴ്ചയിൽ 1-2 പ്രാവശ്യം യൂസ് ചെയ്യാവുന്നതാണ്. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ്, അതായത് വേർഡിക്കിന്റെ ഈ പ്രൊഡക്റ്റ് വാങ്ങണമെങ്കിൽ നിങ്ങളുടെ അവരുടെ പേജ് വിസിറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ അവരുടെ വാട്സ്ആപ്പ് നമ്പറൊക്കെ ഞാൻ താഴെ മെൻഷൻ ചെയ്യാം. നിങ്ങൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ